കഴിഞ്ഞ ആഴ്ചകളിൽ റബീഉൽ അവ്വൽ മാസം അല്ലാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം 23 വർഷക്കാലം കൊണ്ട് ഖാതിമുൻ നബിയീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സാധിച്ചെടുത്ത വിപ്ലവം ആ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു അദ്ദേഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ പിന്തുടരുകയും ചെയ്യുന്നവരാണ് വിജയികൾ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടിട്ടില്ലാത്ത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സഹാബികളെ കണ്ടിട്ടില്ലാത്ത, അതിനുശേഷമുള്ള താബികളെയോ താബിയുകളെയോ കണ്ടിട്ടില്ലാത്ത നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കൊതിച്ച സഹോദരങ്ങൾ, നിങ്ങളെൻ്റെ സഹാബികളാണ്. വർഷങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം വരാൻ പോകുന്ന ഒരു തലമുറ എന്നെ കാണാതെ തന്നെ വിശ്വസിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടാകും. അവരാണ് എൻ്റെ സഹോദരങ്ങൾ, അവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ആ സഹോദരങ്ങളുടെ ഗണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് നടന്നെടുക്കണമെന്നായിരുന്നു ഏറ്റവും അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്കറിയാം 23 കൊല്ലക്കാലത്തെ പ്രവാചകത്വ ജീവിതം ഏത് വിധേനയാണോ വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രകാശ ഗോപുരമായി നിൽക്കുന്നത്, അതുപോലെ തന്നെ വിശ്വാസികളുടെ മുമ്പിൽ ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, വഫാത്ത് എന്ന് പറയുന്നത്. ആ വഫാത്തിനെ ഒരു വേള ചരിത്രത്തെ നമ്മളൊന്നിങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് വിലയിരുത്തിയാൽ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഒരു വേള നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. പക്ഷെ വളരെ വൈകാരികമായ ഒരു തലം ആ ബാങ്കിനുണ്ട് എന്നതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഓരോ തവണ ബാങ്ക് വിളിക്കുമ്പോഴും വലതുവശത്തേക്ക് തിരിഞ്ഞ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയും, ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഹയ്യ അലൽ ഫലാഹ് എന്ന് വലതുവശത്തേക്കും ഹയ്യ അലൽ ഫലാഹ് എന്ന് ഇടതുവശത്തേക്കും പറയും. അപ്പോൾ ഓരോ തവണയും ഇടതുവശത്തേക്ക് ചെരിയുന്ന സന്ദർഭത്തിൽ അപ്പുറത്തുള്ള വീടിന്റെ വാതിൽക്കൽ നിന്ന് വിരിമാറ്റി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിന്റെ മുഖം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം വിളിച്ച ഓരോ ബാങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ബാങ്ക് അവസാനിപ്പിക്കുക. പക്ഷെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പനി ബാധിച്ച് പള്ളിയിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന നിമിഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിശ്ചയിച്ചതിന് ശേഷം പോലും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിൽ ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ആ വിധി ഇങ്ങനെ മാറ്റിയിട്ട് ബിലാലിനെ നോക്കി ചിരിക്കുന്ന, രോഗപീഠയിൽ കിടക്കുമ്പോഴും ബിലാലിനെ നോക്കി ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിന്റെ മുഖമുണ്ട്. ബിലാൽ ആ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് എത്തി നോക്കുന്നത്. പക്ഷെ അവസാനത്തെ ബിലാലിന്റെ ബാങ്ക് ഹയ്യ അലൽ ഫലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വിരി മാറുന്നില്ല.
അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. അവിടെ ബിലാലിന്റെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ഒരു വലിയ ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും ഒരു കാർമേഘമുണ്ട്. ബിലാലിന്റെ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുടുങ്ങിപ്പോയ, ബിലാലിന്റെ നെഞ്ചിന്റെ പുറത്തേക്ക് ശബ്ദം പുറപ്പെട്ടു വരാൻ വല്ലാതെ പ്രയാസം അനുഭവിച്ച ഒരു ബാങ്കായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി കാണാത്ത ആ ഒരു ബാങ്ക്. ഞാൻ പറയുന്നത് ഇതൊരു വല്ലാത്ത വൈകാരികമായ തലമാണ്. പക്ഷെ ആ വൈകാരികമായ തലത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മരണ രംഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ വിശ്വാസികളുടെ മുമ്പിൽ കുറെ വസിയത്തുകൾ നടത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇഹലോകത്ത് നിന്ന് വിട പറയുന്നത്. ആ വസിയത്തുകളെ കുറിച്ച് നമ്മൾ ഏറ്റെടുക്കാനുള്ളതാണ്. ആ വസിയത്തുകളൊന്നും കേവലം ഒരു ചരിത്രമായി കേട്ട് അവസാനിപ്പിച്ച് മടക്കി വെക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേദന നമ്മൾ ആലോചിച്ച് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വേദന കണ്ട് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവേ, എൻ്റെ ഉപ്പ എന്തൊരു വേദനയാണ് അനുഭവിക്കുന്നത്, എൻ്റെ ഉപ്പയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷെ ഫാത്തിമയെ സമാധാനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ വാപ്പാക്ക് ഒരു വേദനയുമില്ല. നിന്റെ വാപ്പയുടെ അവസാനത്തെ വേദനകളാണിത്. ഈ വേദന കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാപ്പാക്ക് യാതൊരു വേദനയുമില്ല. കാരണം ഏറ്റവും ഉന്നതനായ റഫീഖുൽ അഅ്ല, ഏറ്റവും ഉന്നതനായ സുഹൃത്തിന്റെ അടുക്കലേക്കാണ് യാത്ര തിരിക്കാൻ പോകുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്, എൻ്റെ വാപ്പയുടെ വേദന, എൻ്റെ ഉപ്പയുടെ വേദന. പ്രിയമുള്ളവരെ, ആ വേദനയെക്കുറിച്ച് അത്രയേറെ ഫാത്തിമ കരയുന്നുണ്ടെങ്കിൽ, അത്രയേറെ വേദന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമായി നമ്മൾ കടന്നു പോകേണ്ട ഒരു രംഗമാണല്ലോ അത്. മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ സാദിഖായ കള്ളം മുൻകടന്ന ഒരു വിധിയാണ്. അതിന് പ്രത്യേകിച്ച് പ്രായമില്ല. മരണമെന്ന് പറയുന്ന ആരെയും തേടിയെത്തും. ഞാനിന്ന് 11 മണിക്ക് ഒരു ജനാസ നമസ്കാരത്തിന് ശേഷമാണ് പള്ളിയിലേക്ക് വന്നത്. കേവലം 36 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ആ പെൺകുട്ടിയെ എനിക്ക് വല്ലാതെ അടുത്തറിയാം. എന്നോടൊപ്പം ഉംറ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരാണ്. എത്രയോ തവണ, 2-ലധികം തവണ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാകേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആവർത്തി ICUവിലും വെന്റിലേറ്ററിലുമായിട്ട് ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം സമയം ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കണ്ടുമുട്ടുമ്പോഴൊക്കെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി, ഉസ്താദെ, എനിക്ക് ഇനിയും പോകണം എന്ന് പറയും. എനിക്ക് ഇനിയും പോകണം. ഒരിക്കലും ഡോക്ടർ പോകരുത് എന്ന് പറഞ്ഞിട്ടും ഉംറ യാത്ര ചെയ്തു. എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി. ഇന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇന്നലെ രാത്രിയിൽ വിട പറഞ്ഞു. ഞാൻ പറയുന്നത്, മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാ മനുഷ്യർക്കും അതിന്റെ വേദനയും ഞാനിന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു സഹോദരൻ, നമ്മുടെ പള്ളിയിൽ സാധാരണ വരാറുള്ള പ്രായമുള്ള ഒരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളും പാസ്പോർട്ടൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്നവരാണ് ഉസ്താദെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല, നമ്മളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ, മരണത്തിന് ഒരുങ്ങുന്നവരാണ്. പക്ഷെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വേദന ഇങ്ങനെ ചരിത്രം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആവലാതിപ്പെടുന്ന, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എന്താകും, മക്കൾ എന്താകും, ഭാര്യ എന്താകും, സുഹൃത്തുക്കൾ എന്താകും, കച്ചവടം, അതൊക്കെ എന്തോ ആവും. അതൊന്നും നമ്മളെ ആവലാതിപ്പെടുത്തേണ്ട വിഷയമല്ല. നമ്മളെ ആവലാതിപ്പെടുത്താനുള്ള വിഷയം ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും എന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നമ്മുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ ആയിരുന്നെങ്കിൽ അതേ വേളയിലൂടെ നമ്മളുമൊക്കെ കടന്നു പോകേണ്ടവരല്ലേ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അതേ രീതിയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ തീക്ഷ്ണത എന്തായിരിക്കും? അള്ളാഹുവിനോട് ചോദിക്കണ്ടേ, പടച്ചവനെ, എനിക്ക് ലഘുവാക്കി തരണം, എൻ്റെ ആഖിറം വെളിച്ചമാക്കി തരണം, എൻ്റെ അവസാന ആഖിബത്ത് നന്നാക്കി തരണം, എൻ്റെ അവസാന ഘട്ടത്തെ നന്നാക്കി തരണം. ഇങ്ങനെ ഒരു വലിയ വസ്തുത അള്ളാഹുവിന്റെ റസൂലിന്റെ മരണം നമ്മുടെ മുമ്പിൽ ഒന്നാമതായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി, നമുക്കറിയാം, സഹാബികൾ 2 തട്ടിലായി പോയ സന്ദർഭമാണ്. സഹാബികളുടെ മനസ്സ് അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഞങ്ങളെ ഇത്രത്തോളം പരിഗണിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്. എല്ലാവരെയും പരിഗണിച്ചു. ആ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. കേട്ടിട്ടില്ലേ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു
വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും ധനാഢ്യനായ മനുഷ്യന്റെ മകനാണ്. ഏറ്റവും ധനാഢ്യൻ. കഅബാലയത്തെ മൂടാൻ മറ്റൊരാളുടെയും നയാ പൈസ വാങ്ങാതെ കഅബാലയത്തെ മൂടാനുള്ള പട്ട് സ്വന്തമായി കൊടുത്ത മനുഷ്യനാണ് ആര്? വലീദ് ബിൻ മുഗീറ. ആ വലീദ് ബിൻ മുഗീറയുടെ മകനാണ് ഖാലിദ് ബിൻ വലീദ്. സ്വന്തമായിട്ട് ഉറയിൽ 9 വാള് തൂക്കി നടന്നിരുന്ന മനുഷ്യൻ. ധീരനാണ്, പോരാളിയാണ്, യോദ്ധാവാണ്. എല്ലാവർക്കും വലിയ ബഹുമാനമാണ്, എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ആ ഖാലിദിന്റെ സഹോദരൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ, ഖലീദ് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീദിനോട് ചോദിക്കുകയാണ്, ഖാലിദിന് എന്ത് പറ്റി? എന്താ ഖാലിദിന് ഇത് മനസ്സിലായിട്ടില്ലേ? ഖാലിദ് എന്താ ഇസ്ലാം സ്വീകരിക്കാത്തത്? ഖാലിദിന്റെ കൂട്ടുകാരൻ ഉമർ സ്വീകരിച്ചല്ലോ. അപ്പൊ ഖാലിദ് ഇല്ലാത്ത ഒരു സദസ്സിൽ ഖാലിദിനെ കുറിച്ച് വലിയ മഹത്വത്തോട് കൂടിയിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു എന്നുള്ള വിവരം ഖലീദ് പറയുമ്പോൾ, ഖാലിദ് ബിൻ വലീദ് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ചെല്ലും. ഒറ്റക്കല്ല, അംർ ബിൻ ആസിനെയും കൂട്ടിയിട്ടാണ്. എവിടേക്കാ? ഇസ്ലാം സ്വീകരിക്കാൻ. നീയും വാ. ശരി, ഞാനും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ഈ യോദ്ധാവ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന പ്രമുഖൻ, പ്രമാണിയായ ഈ മനുഷ്യൻ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? മക്ക ഇതാ അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. മക്ക ഇതാ അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അതൊരു വാത്സല്യമാണ്. ഒരു പ്രമാണിയായ മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തികഞ്ഞ വാത്സല്യത്തോടു കൂടി അങ്ങനെ പറയുമ്പോൾ ആ പരിഗണന എത്രമാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി എന്ന് ചോദിച്ചാൽ, ആ പരിഗണന കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ സൈഫുല്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിന് വേണ്ടി ഊരപ്പെട്ട വാൾ എന്നറിയപ്പെടുന്നിടത്തേക്ക് വികാസം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്, എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിന് പരിമിതികളില്ല. ഓരോരുത്തരും വിചാരിച്ചു അള്ളാഹുവിന്റെ റസൂൽ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടു എന്നുള്ളത് അറിയുമ്പോൾ, ലോകത്ത് ആരെങ്കിലും മരിക്കരുത് എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂല് മരിക്കരുത് എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ, മരണം യാഥാർത്ഥ്യമാണ്, എല്ലാവരും മരിക്കും. പക്ഷെ മരിപ്പിക്കല്ലേ എന്ന് ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മരണം എളുപ്പമാക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെയൊക്കെ പല വേണ്ടപ്പെട്ട ആളുകളും കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അള്ളാഹു ഏറ്റവും ഖൈറായ തീരുമാനത്തിലേക്ക് നീ എത്തിക്കണം എന്ന് പറയും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ലഘുവായ മരണം കൊടുത്ത് അനുഗ്രഹിക്കണമെന്നാണ്. ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിതം കൊടുക്കണമെന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വഫാത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോ മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ തകർന്നുപോയി. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറിയിട്ട്, മിമ്പറിൽ കയറിയത് പ്രസംഗിക്കാനല്ല, മിമ്പറിൽ കയറി വാളൂരി പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്താ പറഞ്ഞേ? ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ തല ഞാൻ അറുത്ത് കളയും, കൊന്നുകളയോ, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറിയത്. അല്പം വൈകിപ്പോയി അദ്ദേഹം എത്താൻ. കാരണം മദീനയുടെ ഏതോ അറ്റത്ത് നിന്ന് ഓടി വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ കണ്ട് നെറ്റിയിൽ ചുംബിച്ച്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ ശരീരത്തിന് എന്തൊരു സുഗന്ധമാണ്, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധമായിരുന്നല്ലോ, മരണപ്പെട്ടപ്പോഴും സുഗന്ധമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്നിറങ്ങി മിമ്പറിലേക്ക് വന്നിട്ട് നേരെ ജനങ്ങളോട് പറയുന്ന വാക്ക്, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പിരിയാം. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൽ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിച്ചത്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. ഇതിനു മുൻപും പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അഫഇൻ മാത ഔ ഖുതില, അങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ മുഹമ്മദും മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ വേർപാടോടുകൂടി ആരെങ്കിലും പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളുടെ സ്നേഹത്തിന്റെ വൈകാരിക തലം അവിടെ അവസാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് മരിക്കരുത് എന്ന് കൊതിക്കുന്നിടത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ കൈവശമുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ തറക്തു ഫീക്കും അംറൈൻ,
രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കിതാബുല്ലാഹി വസുന്നത്തി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാക്കാൻ പോകുന്നില്ല. നിങ്ങൾ നേർവഴിയിൽ സഞ്ചരിക്കേണ്ടവരാണല്ലോ, നിങ്ങൾ വഴികേടിലേക്ക് പോകേണ്ടവരല്ല, നിങ്ങൾ ദുർമാർഗത്തെ കൂടെ കൂട്ടേണ്ടവരല്ല, നിങ്ങൾ സന്മാർഗത്തിന്റെ ആളുകളായി മാത്രം എഴുന്നേറ്റ് നിൽക്കേണ്ടവർ. ആ എഴുന്നേറ്റ് നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ രണ്ട് വസ്തുതകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ആ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല എന്നതേ നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് നമുക്ക് മുമ്പിലേക്ക് പങ്കുവെക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യം, അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു, പക്ഷെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവുണ്ട്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് രണ്ടിനെയും നിങ്ങൾ ഏറ്റെടുക്കുക എന്നതൊരു വലിയ പാഠമാണ്. ഇനി വേറെ ചില വസിയത്തുകളുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അലി, കെട്ടിപ്പൊക്കിയ ഒരു ഖബറുകളെയും നീ തട്ടി നിരപ്പാക്കാതെ വിട്ടുകളയരുത് കേട്ടോ. കെട്ടിപ്പൊക്കിയ ഒരു ഖബറുകളെയും അനാചാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അബദ്ധധാരണകളിലേക്കും ഈ വിശ്വാസികൾ ചെന്ന് ചാടുമെന്നൊരു പേടിയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്. ലാ തുർജിഉ ബഅദി കുഫാറ ലാ തുർജിഉ ബഅദി ലല്ലാല. നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ വഴികേടിലായി പോകരുത് കേട്ടോ, നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ നിഷേധത്തിലേക്ക് അകപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഉമ്മത്ത് മുസ്ലിമക്ക്. കെട്ടിപ്പൊക്കിയ ഖബറുകളൊന്നും ഇടിച്ചു നിരപ്പാക്കാതെ നീ വിട്ടുകളയരുത് അലി എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്യുന്നത് എപ്പോ? മരണത്തിന്റെ വേളയിൽ. ഇന്ന് എത്രയെത്ര പള്ളികൾ നമുക്കുണ്ടോ അത്രയത്ര തന്നെ മക്ബറകളുമുള്ള ഒരു സമുദായമായി യഥാർത്ഥത്തിൽ നമ്മൾ മാറിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കൾ നമ്മെ കാത്തുരക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോയ വലിയ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ശക്തമാണ് പലരുടെയും ആ വിശ്വാസം. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടില്ലേ, ആരാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞേക്ക് ഞങ്ങളുടെ പടച്ചോനാണെന്ന് പറഞ്ഞേക്കുന്ന. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ആരെന്തെന്നൊന്നും ഞാൻ പറയണില്ല. ചില ഔലിയാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരെ കുറിച്ച് അവരുടെ മദ്ഹുകൾ പാടി പാടി പറഞ്ഞ് അവസാനം പറഞ്ഞു വെച്ച വർത്തമാനമാണെന്ത്? അവരാരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്ക് അവർ ഞങ്ങളുടെ പടച്ചോനാണ്. ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റിയത് അദ്ദേഹമാണ്. കടലിലൂടെ നടന്നു എന്നത് അദ്ദേഹമാണ്. ഒരുപാട് അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പറയുന്നു. ഏറ്റവും പറഞ്ഞു പറയുന്നതിന്റെ ഇനി പറയാൻ അതിന്റെ അപ്പുറത്തേക്കുണ്ടോ? പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ ഈ പാടിയെന്ന് ഇനി അള്ളാഹ് ഒരു ഗുണം അതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇവര് ചെയ്ത കർമ്മങ്ങൾ കാണിക്കാൻ ഇവരുടെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെ എടുത്ത് പറഞ്ഞ വാക്കുകളും അവരുടെ വീഡിയോ തന്നെ അള്ളാഹ്ക്ക് കാണിച്ചാൽ മതിയാവും. അവർ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ അത്രേ അതിൽ എളുപ്പമുള്ളൂ. കിതാബും മർക്കൂമാണല്ലോ നമ്മളൊക്കെ വിചാരണക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെയൊക്കെ കിതാബ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന കിതാബും മർക്കൂമാണ്. 1400 കൊല്ലം മുമ്പ് പറഞ്ഞ പദമാണ് കിതാബും മർക്കൂം. മർക്കൂം എന്ന കിതാബും മർക്കൂം ഡിജിറ്റൽ ബുക്ക് എന്നാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ മതിയാകും അവിടെ തെളിവായി. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് വസിയത്ത് ചെയ്തു മരണവേളയിൽ. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കണം. അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അസ്വലാത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വേണം. കേവലം 5 നേരം നമസ്കാരത്തിന് വേണ്ടി അല്ലല്ലോ നിങ്ങളുടെ നമസ്കാരം, നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരം കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിനെ വാർത്തെടുക്കാനാണ്. നമസ്കരിക്കുന്ന മുസ്ലിമിനെ ഉണ്ടാക്കാനല്ല. നമസ്കരിക്കുന്ന മുസ്ലിം അല്ല, ജീവിക്കുന്ന മുസ്ലിം. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിന്തുടർന്ന് അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിനെ കൈവെള്ളയിൽ ഒരു പളുങ്ക് പാത്രം പോലെ പോറലേൽപ്പിക്കാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ സമൂഹത്തെ വളർത്തിയെടുക്കുക. അതിനാണ് നിങ്ങളെ നമസ്കരിക്കുന്നവരാക്കിയത്. ഇനി ഇതിനേക്കാളൊക്കെ രസകരമായ ഗൗരവപ്പെട്ട വർത്തമാനം എന്താണെന്നറിയോ? അള്ളാഹുവിൻ റസൂലിന്റെ വഫാത്തുമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ
അവരുടെ ജനാസ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സംസ്കരിക്കണം, ഖബറടക്കണം. കാരണം അവർ അവരുടെ കർമ്മങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ആ ജീവിതത്തിന്റെ ഈ യാത്ര അവിടെ അവസാനിച്ചു. ഇനി അവരുടെ കർമ്മങ്ങളിലേക്ക് അവരെ വിട്ടേക്കും. എത്രയും പെട്ടെന്ന് ഖബറടക്കിയേക്കാം. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഖബറടക്കാൻ തിങ്കളാഴ്ച മരണപ്പെട്ടിട്ട് ബുധനാഴ്ച ഇശാ നമസ്കാരം കഴിയുന്നതുവരെ കാത്തുവച്ചു സഹാബികൾ. 3 ദിവസം കാത്തുവെക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഖബറടക്കിയത്. എന്താണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം സഹാബികളിൽ നിന്നും സംഭവിക്കൂ? എന്തിനു വേണ്ടിയാണ് ഈ 3 ദിവസം അവർ കാത്തുവെച്ചത്? ആ 3 ദിവസത്തെ കാത്തുവെക്കലിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരൊറ്റ പോയിന്റ് അതിനുള്ളൂ. ഇസ്ലാമിക സമൂഹത്തിനൊരു നേതാവ് വേണം. ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വമില്ലാതെ ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോയാൽ ശരിയാവില്ല. തുന്നലഴിഞ്ഞുപോയ ബൈൻഡിങ്ങിൽ നിന്ന് തുന്നലഴിഞ്ഞുപോയ ഒരു പാഠപുസ്തകം പോലെ അതിലെ താളുകൾ ഇതളുകൾ പല വഴി ചിതറിപ്പോകുന്നത് പോലെ മുസ്ലിം സമൂഹം അങ്ങനെ ഒരു നാഥനില്ലാ കളരിയായി മുന്നോട്ട് പോകേണ്ടവരല്ല. ഇതുവരെ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് നേതൃത്വം വഹിച്ചിരുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ തീർപ്പ് കൽപ്പിച്ചു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു. അവരെ എങ്ങനെ സംസ്കരിക്കണമെന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി അവരുടെ വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവും സദാചാരവും ധാർമ്മികവും എന്നുവേണ്ട ഏതെല്ലാം സൂക്ഷ്മ തലങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അതിലൊക്കെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുന്നു. ഇനി ഒരു നേതാവ്, ആ നേതാവ് ഉണ്ടായിട്ട് മതി അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ ഖബറടക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂലിന് വയ്യാതായപ്പോ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹിജ്റ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം സഞ്ചരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. വളരെ ചെറുപ്പം മുതൽ ഒരുമിച്ച് ജീവിച്ച് കളിച്ച് വളർന്ന ആളുകളാണ്, എല്ലാം കൊണ്ടും യോഗ്യനാണ്. പക്ഷെ എന്നിട്ട് പോലും ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേതാവായി തെരഞ്ഞെടുക്കാൻ രാവും പകലും 3 ദിവസം നീണ്ടുനിന്ന ചർച്ചകൾ വേണ്ടി വന്നു. 3-ാമത്തെ ദിവസം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ ഊന്നി പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ തന്നെ മതി നമുക്ക് ഖലീഫയായിട്ട് എന്ന് തീരുമാനിച്ചെടുത്താണ്. പ്രഖ്യാപിച്ചപ്പോഴാണ് ശരി 1-ാമത്തെ ഖലീഫയുടെ നേതൃത്വത്തിൽ ഇശാ നമസ്കാരവും കഴിഞ്ഞിട്ടാണ് ജനാസ ഖബറടക്കുന്നത്. ആ നേതൃത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ഒരു സംഘമായിട്ടല്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. ഒറ്റക്കൊറ്റക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും, മദ്ഹബിന്റെ ഇമാമുമാരാരെങ്കിലും സംഘമായിരുന്നോ? അവർ സംഘടനയുടെ ആളുകൾ അല്ല, അവരൊക്കെ ഒറ്റക്ക് നിന്നവരാണ്. പക്ഷെ ആദർശപരമായ ഒരു ഐക്യമുണ്ട്. ഒരു സംഘബോധത്തോടു കൂടിയിട്ടല്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. ആ സംഘത്തിനോ ലാ ജമാഅത്ത ഇല്ലാ ബിൽ ഇമാറ, ഒരു നേതാവില്ലാതെ, പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന ഒരു നേതാവില്ലാതെ ഒരു സംഘത്തിനും നിലനിൽപ്പില്ല. ആ നേതാവാണെങ്കിലോ ലാ ഇമാറത്ത ഇല്ലാ ബിൽ ഇത്താ, അനുസരണമില്ലാതെ ആ നേതാവിനും നിലനിൽപ്പില്ല. അപ്പൊ അനുസരിക്കപ്പെടുന്ന ഒരു നേതൃത്വം ഉണ്ടാക്കണം. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിരുന്നു. വലിയ ഒരു കാലയളവ് വരെ ഞാൻ മുൻപ് വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട്, പള്ളികൾ എന്തിനുള്ളതാണ് എന്നുള്ളത്. അതിലൊരു ഒരു പഴഞ്ചൊല്ല് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും നടക്കാനില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പള്ളിയിൽ പോയി പറ എന്ന് പറയാം. അത് സംഭവിക്കില്ല എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പള്ളിയിൽ പോയി പറഞ്ഞാൽ പരിഹാരമുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞോളൂ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? പള്ളിയിൽ നിന്നത് പരിഹരിക്കപ്പെടും. നിങ്ങൾക്ക് കുടുംബ പ്രശ്നമുണ്ടോ? പള്ളിയിൽ പരിഹരിക്കപ്പെടും. സാമ്പത്തിക പ്രശ്നമുണ്ടോ? പള്ളിയിൽ പരിഹരിക്കപ്പെടും. തർക്കമുണ്ടോ? പരിഹരിക്കപ്പെടും. എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഇടമായിരുന്നു പള്ളികൾ. അതുകൊണ്ടാണ് ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ നിന്നിങ്ങനെ ഖലീഫമാരുടെ നിർദ്ദേശപ്രകാരം പള്ളികളിൽ ഖാദിമാരെ അല്ലെങ്കിൽ ഇമാമുമാരെ ചുമതലപ്പെടുത്തിയപ്പോൾ അതിന്റെ അടയാളമായിട്ട് ഒരു ഷാളും ഒരു വാളും കൊടുത്തത്. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ ഷാളും വാളും മാത്രം ബാക്കിയായി.
ഖിലാഫത്ത് പോയി, അനുസരണം പോയി, നേതൃത്വം പോയി, സംഘബോധം പോയി, ഐക്യബോധം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഷാളും വാളും മാത്രം പഴയ നമ്പൂതിരി പറഞ്ഞ പോലെ പെട്ടി കള്ളം കൊണ്ടുപോയിക്കോട്ടെ, താക്കോലെന്റെ കയ്യിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞ പോലെ ആ ഒരവസ്ഥയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഒരു നേതൃത്വമില്ലാതെ ഇസ്ലാമിക സമൂഹത്തിന് സംഘബോധത്തോടു കൂടി അല്ലാതെ മുന്നോട്ട് ഇതെവിടെയാണ് നമുക്ക് ആവശ്യമെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ ഒരു സമൂഹം, ബഹുസ്വര സമൂഹം, ഇസ്ലാമിക സമൂഹത്തെ പേടിയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. കേവലം നിസ്സാരരായ ആളുകളൊന്നുമല്ല മുസ്ലിം സമൂഹം IS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുന്നത്. IS ഇസ്ലാമല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. IS ഇസ്രായേലിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. IS സൃഷ്ടിച്ചുവിട്ട് IS-ന്റെ ഖലീഫമാർ ഓരോരുത്തരും ഇസ്രയേലിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് കൃത്യമായി പരിശീലനം സിദ്ധിച്ച ആളുകളായിരുന്നു എന്നുള്ളതും IS ഇസ്ലാമിന്റെ മറുഭാഗത്താണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഈ ഒക്ടോബർ 7-ാം തീയതി വരുമ്പോൾ 1 വർഷം തികയും ഫലസ്തീനിന്റെ നേരെ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ IS എന്താ ഇസ്രായേലിന്റെ നേരെ ഇടപെടാത്തത്? ഇത്രയും കാലമായില്ല, 1 വർഷമാകാൻ പോകും. അപ്പൊ IS ഇസ്ലാമല്ല. പക്ഷെ IS-ലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് കേരളത്തിലെ അറിയപ്പെട്ട ഒരു സംഘടനയുടെ, അറിയപ്പെട്ട ഒരു താത്വികനായ ബുദ്ധിജീവിയായ ഒരു മനുഷ്യൻ വിളിച്ച് പറയുമ്പോൾ, അത് ഈ രാജ്യത്തെ ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ മുൻപ് ഇതുപോലെ ചില ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ലവ് ജിഹാദ് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ആ വാക്കുകളുടെ പിൻബലത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വരുന്നത്? മതം മാറ്റ വിരുദ്ധ നിയമം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ വിശുദ്ധ ഖുർആൻ, ഞാൻ ഓതി വെച്ചൊരു സൂക്തമുണ്ട് സൂറത്തുൽ അഹ്സാബിൽ, നമ്മളൊക്കെ വിചാരിച്ചത് വളരെ നിസ്സാരമാണ് എന്നാ. എങ്ങനെ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, വിശ്വസ്തരെ നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ, ഒരു സ്വലാത്ത് നമ്മൾ പഠിച്ചത് ആ സ്വലാത്ത് ചെല്ലുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരയെ ഏറ്റെടുക്കലാണ്. ആ ആയത്തിനെ തുടർന്ന് തൊട്ടടുത്ത 2-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന യുഖ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മൻ മുബീന. വിശ്വാസികളെയും വിശ്വാസിനികളെയും കുറിച്ച് യാഥാർത്ഥ്യത്തിന്റെ അംശം പോലുമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എവിടെ എത്തി? വിശ്വാസികളെയും വിശ്വാസിനികളെയും കുറിച്ച് നമ്മൾ വിചാരിക്കും, ചില ആയത്ത് കാണുമ്പോൾ ഇന്നലത്തെ ചില കിതാബ് കണ്ടിട്ട് അല്ല ഇന്ന് അവതരിപ്പിച്ച ആയത്താണോ, ചില ആളുകളുടെ വാക്ക് കണ്ടിട്ട് അല്ല ഇന്ന് അവതരിപ്പിച്ച ആയത്താണ്. ഇവിടെ പറയണം എങ്ങനെ? വിശ്വാസികളെയും വിശ്വാസിനികളെയും കുറിച്ച് യാഥാർത്ഥ്യത്തിന്റെ അംശം പോലുമില്ലാതെ, വസ്തുതയില്ലാതെ അവരെ കുറിച്ച് ആരോപണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മൻ മുബീന. അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പാപത്തിന്റെ ഭാണ്ഡമാണ് യഥാർത്ഥത്തിൽ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുകയാണ്, സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുകയാണ്, സമൂഹത്തിൽ കുഴപ്പത്തിന്റെ തിരികൊളുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്നുണ്ട്. നമ്മൾ ശരിക്കും പഠിക്കേണ്ട, വൈകാരികമായും ബുദ്ധിപരമായും പഠിക്കേണ്ട പാഠങ്ങളാണ് ആ വസിയത്തുകൾ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം ഈ ഒരു 3 ദിവസം കാത്തുവെച്ച ജനാസ സംസ്കരണ പ്രക്രിയ എന്ന് പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയെ അങ്ങനെ കയറൂരി വിടാൻ പറ്റിയ ഒരു സംഘമല്ല. നിങ്ങൾക്ക് ഐക്യബോധത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി, പരസ്പരം അനുസരണത്തോടു കൂടി, ഐക്യബോധത്തോടു കൂടിയിട്ട് നിലകൊള്ളാൻ കഴിയുന്ന ഒരു സംഘബോധത്തോടു കൂടി, അതിനാണ് നിങ്ങളെ 5 നേരം ജമാഅത്തായി നമസ്കരിപ്പിച്ചത്. അതിനാണ് നിങ്ങളെ വിശുദ്ധ റമദാനിൽ എല്ലാ ലോകവും മുസ്ലിം സമൂഹവും വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചത്. അതിനാണ് നിങ്ങളെ ദുൽഹജ്ജ് മാസത്തിൽ മാത്രം ഹജ്ജ് ചെയ്യിച്ചത്. അതിനാണ് നിങ്ങളെ മക്കയിലെത്തിച്ചത്. അതിനാണ് നിങ്ങളെ ഒരേ കഅബാലയത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ സംഘബോധത്തോടു കൂടി പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത്. കയറൂരി പോകേണ്ട ഒരു സംഘമല്ല. ഇത് വലിയ ഗൗരവമാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതവും മരണവും നമുക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങൾ ജീവിതത്തിന്റെ പൊരുളാക്കി നാം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.